ഹലോ, ഇന്ന് ഞങ്ങളെ യാത്ര മലപ്പുറത്തേക്കാണ്. ഒരു കല്യാണം കൂടാൻ പോവാന്ന്. കേരളത്തിലേക്ക് വന്ദേ ഭാരത് വന്ന് കുറേ ടൈമായി, പക്ഷേ ഇതുവരെ യാത്ര ചെയ്തില്ല കേട്ടോ. ഇന്ന് അതിനുള്ള ഒരു അവസരം കിട്ടി. ശരിക്കും മറ്റു ട്രെയിനുകളെ കമ്പയർ ചെയ്യുമ്പോൾ വന്ദേ ഭാരതിൻ്റെ യാത്ര എക്സ്പീരിയൻസ് പറയുന്നത് വേറെ തന്നെയാണ്. കാരണം പറഞ്ഞാൽ അതിൻ്റെ സീറ്റ് അറേഞ്ച്മെൻ്റ് ആയാലും പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലായാലും മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വന്ദേ ഭാരത് പക്കയാണ്. ശരിക്കും ഫ്ലൈറ്റിൻ്റെ അതേ സീറ്റ് അറേഞ്ച്മെൻ്റാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. പോയിരുന്ന ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കുള്ള ഒരു ചായ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഫുഡ് ഇഡലിയും സാമ്പാർ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള അതേ ഫീൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട് കേട്ടോ. ശേഷം ഉള്ള യാത്രയിൽ ഞാൻ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. തിരൂരിൽ ഇറങ്ങിയതിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് എത്തണമെങ്കിൽ പിന്നീട് 2 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം ഒരു ബസ്സിൽ 2 മണിക്കൂർ യാത്രയുണ്ട്. മാങ്ങകളുടെ സീസൺ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ മാങ്ങകളെ നോക്കി ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. ഏകദേശം ഒരു 11:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. ഓഡിറ്റോറിയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ചെക്കനും പെണ്ണിനേക്കാളും മുമ്പ് ഞങ്ങളെത്തി. അതുകൊണ്ടൊരു ഉപകാരമായി എന്ന് പറഞ്ഞാൽ യൂട്ടിയെ ഒന്ന് ഫ്രീ ആയി വിടാൻ പറ്റി. കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യൂട്ടിയെ അങ്ങ് ഫ്രീ ആയിട്ട് വിടാൻ പറ്റി എനിക്ക്. അതുകൊണ്ട് അവളൊന്ന് കളിച്ച് ഒന്ന് സെറ്റായി വന്നതാണ്. ശേഷം ഞങ്ങൾ ഫോട്ടോയും അതൊക്കെ എടുത്ത് പിന്നെ എല്ലാവരോടും മിണ്ടിയും ഏകദേശം ഒരു 12:30 1 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ചിക്കൻ ബിരിയാണിയും കഴിച്ചു, അതുപോലെ തന്നെ ജ്യൂസൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്ക് അവിടുന്ന് ഇറങ്ങി. 4 മണിക്കാണ് ഞങ്ങൾക്ക് പിന്നീടുള്ള ട്രെയിൻ എന്ന് പറയുന്നത്. 7 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങളെ സ്വന്തം കാസർഗോഡിലേക്ക് എത്തി. ഇന്നത്തെ യാത്ര സൂപ്പറായിരുന്നു.